ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റിക്കൽ ടെക് കോച്ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലോ മാർക്കറ്റ് പ്രൊഫൈൽ ബിഫോർ ദ ബെൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മുതൽ പുതിയ വീഡിയോയ്ക്ക് കുറച്ച് പുതിയ മാനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ ഫേസ് നിങ്ങൾക്കത് കാണാൻ പറ്റും. ചില ആൾക്കാർ പറഞ്ഞു സാറിൻ്റെ ഫേസ് കാണണമെന്ന് പറഞ്ഞു. എന്തിനാണോ എന്തോ, തെറി വിളിക്കാനാണോ അതോ പുകഴ്ത്താനാണോ, രണ്ടിനും സ്വാഗതം പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ കർത്തവ്യത്തിലേക്ക് കടക്കാം. സോ കഴിഞ്ഞ ആഴ്ച പൊതുവേ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, നമ്മുടെ മാർക്കറ്റിൽ വെള്ളിയാഴ്ച മിഡ് ക്യാപ്പ് നമ്മുടെ ബെയറിഷ് റെഫറൻസ് പൊട്ടി താഴേക്ക് വന്ന് ഫസ്റ്റ് ടാർഗറ്റ് ഓൾമോസ്റ്റ് സെക്കൻഡ് ടാർഗറ്റ് നിന്ന് സ്മൂത്തായിട്ട് താഴേക്ക് വന്നു. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ബെയറിഷ് റെഫറൻസ് പൊട്ടി ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റും തന്നു. നിഫ്റ്റി ആണെങ്കിൽ ബെയറിഷ് റെഫറൻസ് പൊട്ടി ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റ് ഓൾമോസ്റ്റ് തേർഡ് ടാർഗറ്റ് തന്നൊരു നല്ലൊരു സ്മൂത്ത് ഒരു ട്രേഡ് കിട്ടിയൊരു ദിവസമായിരുന്നു ഇന്നലെ കഴിഞ്ഞ ഫ്രൈഡേയിൽ സംഭവിച്ചത്. സോ നമ്മുടെ മാർക്കറ്റിൽ എന്താണോ ഗ്യാപ്പ് തന്നത് ആ ഗ്യാപ്പെല്ലാം വിഴുങ്ങിക്കൊണ്ട് തിരിച്ച് മാർക്കറ്റ് പഴയ സ്ഥിതിയിലേക്ക് വന്നെത്തിയ ഒരു ദിവസവും കൂടെ ആയിരുന്നു ഇന്നലെ ഫ്രൈഡേ. സോ എല്ലാവരും പറഞ്ഞു ട്രേഡ് ഡീൽ വന്നു 26,300 പോകുന്നു. പോയില്ലല്ലോ, മാർക്കറ്റ് തിരിച്ച് താഴേക്ക് ഇറങ്ങി അതെല്ലാം പഴയ ഗ്യാപ്പും ഫില്ല് ചെയ്ത് ഇവിടെ ഉണ്ടാകുന്ന ഈ ഗ്യാപ്പും ഫില്ല് ചെയ്ത് എല്ലാ ഗ്യാപ്പുകളും ഉത്തരത്തിലുള്ളതും പോയതുമില്ല, കഷത്തിലുള്ളത് കിട്ടിയില്ലാത്ത അവസ്ഥയിൽ എല്ലാ ഗ്യാപ്പുകളും ഫില്ല് ചെയ്ത് വന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ കൂടെയാണ് നിഫ്റ്റി വന്നിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ അങ്ങനെ ഒരു ഗ്യാപ്പ് ഒന്നും പ്രതീതി ഒരു മാർക്കറ്റിൽ ഉണ്ടായില്ല. സ്മൂത്ത് റൈഡായിരുന്നു ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ചത്. മിഡ് ക്യാപ്പിനും ആ ഒരു ഗ്യാപ്പ്, മിഡ് ക്യാപ്പ് പക്ക ഒരു റേഞ്ചിൽ തന്നെ നിൽക്കുക. നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും മിഡ് ക്യാപ്പിൻ്റെ ആ ഒരു പക്ക ഒരു റേഞ്ചിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ മിഡ് ക്യാപ്പിൻ്റെ അത് 15 ഒക്ടോബർ തൊട്ട് ഇതുവരെ മിഡ് ക്യാപ്പ് പക്ക റേഞ്ച്. അപ്പോൾ എത്ര ദിവസങ്ങൾ ആലോചിച്ചു, 15 ഒക്ടോബർ തൊട്ട് മിഡ് ക്യാപ്പ് ഒരേ റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് 13,300-നും 13,165-നും ഇടയ്ക്കുള്ള ഭാഗത്ത് കിടന്ന് ഈ മിഡ് ക്യാപ്പ് ഈ ഒരു കളി കളിക്കുന്നതല്ലാതെ വേറെ ഒരു മൂവ്മെൻറ്റും മിഡ് ക്യാപ്പിൻ്റെ ഭാഗത്ത് കണ്ടിട്ടില്ല. സോ എന്നെ സംബന്ധിച്ച് മിഡ് ക്യാപ്പ് ഒരു ബ്രിമ്മി നിൽക്കുകയാണ്. ഈ 13,165 പൊട്ടുവാണെങ്കിൽ 13,047-ഉം അതിന് താഴെ 13,000-ൻ്റെ ഭാഗത്തേക്കും വേണമെങ്കിൽ അവൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു പോസിബിലിറ്റി മാർക്കറ്റിലേക്ക് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം, കഴിഞ്ഞ ആഴ്ചത്തെ മാർക്കറ്റ് എങ്ങനെ ആയിരുന്നു നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീക്കിലി മാർക്കറ്റ് പ്രൊഫൈൽ വ്യൂവിലേക്ക് വീക്കിലിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ എടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കി വെച്ച് അതൊരു സ്ട്രാറ്റജിക്കൽ മോഡിലേക്ക് പോകാം. സോ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മിഡ് ക്യാപ്പ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ആഴ്ച പെർഫെക്റ്റ്ലി ഒരു ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ വീക്കായിരുന്നു. മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതായിരുന്നു നമ്മുടെ മൺഡേ. ഇപ്പോൾ മൺഡേയുടെ ലോ പൊട്ടി ആശാൻ താഴേക്ക് ഇറങ്ങി, ഹൈയും പൊട്ടി ലോയും പൊട്ടി, ഒരു ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ വീക്കാണ് നമ്മുടെ മിഡ് ക്യാപ്പിന് കഴിഞ്ഞ ആഴ്ചത്തുള്ളത്. പി ഒസ് നിൽക്കുന്ന 13,262 ഭാഗത്ത്, നമ്മുടെ ക്ലോസിങ് വന്നിരിക്കുന്ന 13,167 ഭാഗത്താണ്. യൂഷ്വലി ന്യൂട്രൽ എക്സ്ട്രീം ഡേയ്സ് വോണ്ട് ഗീവ് ഫോളോ അപ്പ് ഡേ എന്നാണ്. അപ്പം അങ്ങനെ ന്യൂട്രൽ എക്സ്ട്രീം വീക്ക് വന്നപ്പം വേണമെങ്കിൽ നമുക്ക് ഈ വരുന്ന ചൊവ്വാഴ്ച അല്ലെങ്കിൽ ഈ വരുന്ന ആഴ്ചയിൽ ഈ 13,262-ൻ്റെ ഭാഗത്തേക്ക് മിഡ് ക്യാപ്പ് ഒരു മൂവ്മെൻറ്റ് തരാനുള്ള ചാൻസ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, പ്രൊവൈഡഡ് അവൻ ഈ വാല്യൂരിയ ലോ ആയ 13,126 പൊട്ടല്. അങ്ങനെയെങ്കിൽ ഈ ഒരു പി ഒ സിയുടെ ഭാഗത്തേക്ക് ഒരു മീൻ റിവേഴ്ഷൻ തരാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. ബാങ്ക് നിഫ്റ്റിയും സെയിം അതേപോലെയാണ്. ബാങ്ക് നിഫ്റ്റിയും ഒരു ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ വീക്കാണ്. അവനും ക്ലോസ് ചെയ്തിരിക്കുന്ന വാല്യൂ ഏരിയ ലോയുടെ ഭാഗത്തുമാണ്. ന്യൂട്രൽ എക്സ്ട്രീമിൻ്റെ വീക്കിലി ഐ ബിയുടെ താഴെയാണ് അവനും ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ഈ 57,640 35 എന്ന് പറഞ്ഞ ഈ ഒരു ഭാഗം ബാങ്ക് നിഫ്റ്റി പ്രൊട്ടക്റ്റ് ചെയ്യുമെങ്കിൽ ഈ ഒരു പി ഒ സിയുടെ ഭാഗത്തേക്ക് 58,165 എന്ന് പറഞ്ഞാൽ ഈ ഒരു പി ഒ സിയുടെ ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി ഒരു മീൻ റിവേഴ്ഷൻ തരാനുള്ള ചാൻസും കൂടുതലാണ്. ഇല്ല, അവൻ 57,600 പൊട്ടി 57,360 പൊട്ടുകയാണെങ്കിൽ ഈ പി ഒ സിയുടെ ഭാഗത്തേക്ക് വേണമെങ്കിൽ ഒരു ചടപടപടയെന്ന് വേണമെങ്കിൽ താഴേക്ക് വരാനുള്ള ചാൻസും കൂടുതലാണ്. കാരണം എന്ന് പറഞ്ഞാൽ ആ ഭാഗത്താണ് പി ഒ സി കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ചാൻസ് ഉണ്ട്. അപ്പം ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 57,637 ഒരു ലക്ഷ്മണ രേഖയാണ്, 57,364 ഒരു ലക്ഷ്മണ രേഖയാണ്. ഇത് രണ്ടും പ്രൊട്ടക്റ്റ് ചെയ്യുമെങ്കിൽ ഈ ഒരു 58,164 ഭാഗത്തൊക്കെ വന്ന് മാർക്കറ്റ് ഒരു ജിങ്കിളാക്കി മൂവ്മെൻ്റ് ഒക്കെ തരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. നിഫ്റ്റിയും അതേപോലെ ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ വീക്കാണ്. പി ഒ സി പക്ഷെ കുറച്ച് താഴേക്കാണ് വന്നിട്ട് 25,861-ൻ്റെ ഭാഗത്തേക്ക് ആ പി ഒ സി വന്ന് നിൽപ്പുണ്ട്. ഓൾമോസ്റ്റ് ക്ലോസിങ് 797-ൻ്റെ ഭാഗത്തേക്കാണ്. നമ്മൾ ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റിയെ സംബന്ധിച്ച് 25,700
ആ 700 എന്ന് പറഞ്ഞ ആ ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗം സപ്പോർട്ടുണ്ട്. അത് പൊട്ടുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ ഒരു POC 25,200ന്റെ ഭാഗത്തേക്ക് ഇമ്മിനൻ്റ് ആയിട്ട് ഒരു പോസിബിലിറ്റി വരും. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു 25,542 പൊട്ടണം. ഈ 25,542 പൊട്ടുകയാണെങ്കിൽ ഈ പറഞ്ഞ ബുള്ളിഷ് കഥകളൊക്കെ നമുക്ക് വീണ്ടും മാറ്റി എഴുതിയിട്ട് പഴയ വീഞ്ഞിനെടുത്ത് കൊണ്ടുവരാം. പഴയ വീഞ്ഞിനെ പുതിയ കുപ്പിയിലേക്കാക്കി കൊണ്ടുവരാം. അത് മാർക്കറ്റ് വീണ്ടും 25,500 24,400 എന്ന് പറഞ്ഞാൽ ആ റേഞ്ചിൻ്റെ ഭാഗത്തേക്ക് മാർക്കറ്റ് വീണ്ടും എൻ്റർ ആവും. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് 25,500 542 എന്ന് പറഞ്ഞാൽ ആ ഒരു സോൺ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അത് പൊട്ടുകയാണെങ്കിൽ മാർക്കറ്റ് ഹെവി ആയിട്ടൊരു ഫോൾ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീക്കിലി വ്യൂ. സോ നമുക്ക് നോക്കേണ്ടത് ഇനി എന്താണ്, ഈ മാർക്കറ്റ് പ്രൊഫൈൽ ലെവൽ മാർക്ക് ചെയ്ത് അതനുസരിച്ച് നമ്മൾ ട്രേഡ് ചെയ്യാം. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു മിഡ് ക്യാപ്പിൻ്റെ ഞാൻ POC ഒന്ന് കട്ട് ചെയ്ത് ഞാൻ മാറ്റി. എന്താണ് നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പിൻ്റെ POC ഒന്ന് മാറ്റിയിട്ട് 13,262ൻ്റെ ഭാഗത്തേക്ക് ഞാനൊന്ന് കൊണ്ടുവരാം. എന്താണ് 13,262 ഭാഗത്തേക്ക് ഞാൻ ആ POC ഒന്ന് കൊണ്ടുവരുന്നു. കാരണം വേറെ ഒന്നും ഉണ്ടല്ലോ, നമുക്ക് ആ POC അറിയാനും ബാക്കിയുള്ള കാര്യം. അപ്പോൾ ഈ നിഫ്റ്റി മിഡ് ക്യാപ്പിൻ്റെ POC റേഞ്ച് POC ആണേ. 13,262ൻ്റെ 13,263ൻ്റെ ഭാഗത്തേക്ക് ഞാൻ മാറ്റി. അതിൻ്റെ പേരൊന്ന് മാറ്റി. എന്താണ് പേര്? റേഞ്ച് POC എന്ന് ഞാനൊന്ന് മാറ്റി. എന്താക്കി മാറ്റി? റേഞ്ച് POC എന്ന് മാറ്റി. ക്ലിയർ ആകുന്നുണ്ടല്ലോ? റേഞ്ച് POC എന്ന് ഞാനങ്ങ് അതിനെ പേരും മാറ്റി. സോ ഇനി നമുക്ക് നോക്കാം, ഞാൻ നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പിൻ്റെ റേഞ്ച് POC. ഇനി ബൈയിങ് മൂവ്മെൻ്റ് എന്ന് പറയുമ്പോൾ 13,300 മുകളിൽ മാത്രമേ ഞാൻ ഇനി 13,330 ഇപ്പോഴും ആ സെയിം റേഞ്ച് തന്നെ ആക്ടിവേറ്റ് ആവും. 13,330 മുകളിൽ മാത്രമേ ബൈ ഉള്ളൂ. 13,385, 13,432, 13,492ൻ്റെ ഭാഗത്തേക്ക്. ഇത് ഈ ഒരു റേഞ്ചിന് ഇപ്പോഴും അപ്വേർഡ് ലെവലിന് മാറ്റമില്ല. ഡൗൺവേർഡ് ലെവൽസിന് മാത്രമേ കുറച്ചൊക്കെ ഒരു ചേഞ്ച് ഞാൻ വരുത്തുന്നുള്ളൂ. കാരണം നമുക്ക് ആ ഒരു റെഫറൻസ് ലെവലൊക്കെ പൊട്ടുന്നുണ്ട് ആ ഒരു. സോ എന്നെ സംബന്ധിച്ച് ഞാൻ ഡൗൺവേർഡ് റെഫറൻസ് എന്താക്കി മാറ്റി? 13,150ൻ്റെ ഭാഗത്തേക്ക് മാറ്റി. എത്രയാണ്? 13,150ൻ്റെ ഭാഗത്തേക്ക് ഞാൻ ആ ഡൗൺവേർഡ് റെഫറൻസിനൊന്ന് മാറ്റി. 13,140 150 അല്ലെങ്കിൽ 150 13,145ൻ്റെ ഭാഗത്തേക്ക് ഞാൻ ആ റെഫറൻസിനൊന്ന് മാറ്റി. അതിന് താഴെ നമുക്ക് സെല്ലിങ് എടുക്കാം. അപ്പം അതിന് താഴെ സെല്ലിങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് എവിടം വരെ പോവാം? ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പം 13,100ൻ്റെ ഭാഗത്തേക്ക് പോകും. എത്രയാണ്? 13,100ൻ്റെ ഭാഗത്തേക്ക് മിഡ് ക്യാപ്പ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ 13,047ൻ്റെ ഭാഗത്തേക്ക് അവിടെ ഒരു POC കിടപ്പുണ്ട്. 13,047ൻ്റെ ഭാഗത്തേക്ക് വരാനും. അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ 13,000ൻ്റെ ഭാഗം, അതായത് നമ്മുടെ പഴയ POC ആയ എത്രയാണ് 13,000ൻ്റെ ഭാഗത്തേക്ക് ഒരു ബിഗ് റൗണ്ട് നമ്പർ POC അവിടെ ആയതുകൊണ്ട് ഈ ഒരു അപ്പം ബുള്ളിഷ് റെഫറൻസ് മാത്രമേ ഒരു മാറ്റമില്ലാതെ നിൽക്കുന്നുള്ളൂ. ബെയറിഷ് റെഫറൻസുകളൊക്കെ ഞാൻ മാറ്റി താഴേക്ക് കൊണ്ടുവന്ന് ഈ ഒരു റെഫറൻസ് ലെവലിലേക്ക് ഞാൻ എന്ത് ചെയ്തു? ഈ ബെയറിഷ് റെഫറൻസിനെ ഞാനൊന്ന് മാറ്റി എഴുതി. അപ്പം ഈ ഒരു റെഫറൻസ് ലെവൽ മാർക്ക് ചെയ്യുക, ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റിയുടെ ബുള്ളിഷ് റെഫറൻസ് മാറ്റം വരും, ബെയറിഷ് റെഫറൻസ് മാറ്റം വരും, അതേപോലെ POCക്ക് മാറ്റം വരും. സോ ബാങ്ക് നിഫ്റ്റിയുടെ POC നിൽക്കുന്ന 57,735ൻ്റെ ഭാഗത്താണ് POC. സോ ഞാൻ ആ POC ഒന്ന് മാർക്ക് താഴേക്ക് കൊണ്ടുവന്ന് 57,735ൻ്റെ ഭാഗത്തേക്ക് ഞാൻ ആ POC ഒന്ന് കൊണ്ടുവന്നു. ഇനി നമുക്ക് നോക്കേണ്ടത് ബുള്ളിഷ് റെഫറൻസ് എന്ത് ചെയ്യണം, ബുള്ളിഷ് റെഫറൻസ് എവിടെ കൊണ്ടുവരണം, ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കാം. ഇനി ബുള്ളിഷ് റെഫറൻസ് പറയുമ്പോൾ 58,000ന് മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഞാനൊരു ബൈയെക്കുറിച്ച് ചിന്തിക്കൂ. 58,000ന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ബൈയെക്കുറിച്ച് ചിന്തിക്കും. അത് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 58,164, അതേ പഴയൊരു POC ആണ്. 58,164ൻ്റെ ഭാഗത്തേക്ക് പോവാം. ഈ 58,164ൻ്റെ ഭാഗത്തേക്ക് പോവാം. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു JPDയിൽ വന്ന 58,334ൻ്റെ ഭാഗത്തേക്ക്. എത്രയാണ്? 58,334ൻ്റെ ഭാഗത്ത് 334ൻ്റെ ഭാഗത്തേക്ക് വരാം. അവിടെ ഒരു JPDയിൽ കഴിഞ്ഞ 2 ദിവസം മുമ്പ് വന്നൊരു ലെവലാണ്. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഈ POC 58,477. അപ്പം ചുരുക്കി പറഞ്ഞാൽ 58,000 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 58,477ൻ്റെ ഭാഗത്തേക്ക് ഒരു മീൻ റിവേർഷൻ തരാനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ. ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ്. ഇനി നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റിയുടെ ബെയറിഷ് റെഫറൻസ് ലെവൽ എവിടെ വരണം, അതങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, മാർക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം ബെയറിഷ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ 57,480 താഴെ മാത്രമേ ഞാൻ ഇനി ഒരു ബെയറിഷ് റെഫറൻസ്, എത്രയാണ് 57,480 താഴെ മാത്രമേ ഞാൻ ഒരു ബെയറിഷ് റെഫറൻസ് ബാങ്ക് നിഫ്റ്റിക്ക് എടുക്കുന്നുള്ളൂ. അത് ഫസ്റ്റ് ടാർഗറ്റ് എങ്ങോട്ട് വരും? 57,323ൻ്റെ ഭാഗത്തേക്ക്. അപ്പം
S1 എന്ന് പറയുമ്പം 57,323 57,323 ഭാഗത്തേക്ക് വരാം. S1 അവിടെയാണ്. അതിനുശേഷം S2 എന്ന് പറഞ്ഞാൽ ഈ POC 57,149 57,149. S2 എന്ന് പറയുമ്പോൾ 57,149 57,149 ഭാഗത്തേക്ക് 57,149 ഭാഗത്തേക്ക് വരാനും അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് 57,000 എന്ന് പറഞ്ഞ ബിഗ് റൗണ്ട് S3 എന്ന് പറയുമ്പം 57,000 ഭാഗത്തേക്കും ബാങ്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇതാണ് എന്നെ സംബന്ധിച്ചുള്ള എന്താണ് ഈ ബാങ്ക് നിഫ്റ്റിയുടെ ഡൗൺവേർഡ് ലെവൽസുകളെല്ലാം ഞാൻ കൃത്യമായിട്ടൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു. ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതനുസരിച്ച് നിങ്ങൾക്ക് ട്രേഡിങ്ങിൻ്റെ ആ ഒരു പാർട്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. അപ്പം S1 ആയി S2 ആയി S3 ആയി ഇത് കൃത്യമായിട്ടൊന്ന് മാർക്ക് ചെയ്യുക. അതനുസരിച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഇനി നമുക്ക് നോക്കേണ്ടത് നിഫ്റ്റി. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഓർത്തിരിക്കണം. കാരണം മന്ത്ലി എക്സ്പയറി വരാൻ പോകുന്നു, ആ ഒരു മൊമെൻറ്റ് വരും, റിസൾട്ട് വരാൻ പോകുന്നു. നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ് ഫ്രൈഡേ. ബാങ്ക് നിഫ്റ്റി നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ്. മിഡ് ക്യാപ്പ് നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ് ഫ്രൈഡേ സംഭവിച്ചിട്ടുള്ളത്. നിഫ്റ്റിയുടെ POC വന്നിരിക്കുന്നത് 25,832 ഭാഗത്താണ് POC. സോ ഞാൻ ആദ്യം ഒന്ന് POC ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. 25,832 ഭാഗത്തേക്ക് POC ഞാനൊന്ന് കൊണ്ടുവന്നു. ഇനി നമുക്ക് നോക്കേണ്ടത് ഇനി സെല്ലിംഗ് 25,697 താഴെ മാത്രമേ ഞാനൊരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കൂ. എത്രയാണ്? 25,697. 25,697 താഴെ സ്പോട്ട് നിൽക്കുകയാണെങ്കിൽ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. അത് 645 എന്ന് പറഞ്ഞ ഫസ്റ്റ് ടാർഗറ്റ്. S1 എന്ന് പറയുമ്പോൾ എത്രയാണ്? 25,645 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് ടാർഗറ്റ് അവിടെയാണ്. സെക്കൻഡ് ടാർഗറ്റ് 25,570. എത്രയാണ്? 25,570 അല്ല, 25,590 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് നമ്മൾ 25,590 ഭാഗത്ത് 25,590 ഭാഗത്തേക്ക് വരാനും ഈ 590 പൊട്ടുകയാണെങ്കിൽ 25,525 നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏരിയ അറിയാലോ, 25,525 എന്ന് പറഞ്ഞ ആ ഒരു വാല്യൂ ഏരിയ ലോ വീക്ക്ലിയുടെ ആ ഭാഗത്തേക്ക് വരാം. ചുരുക്കി പറഞ്ഞാൽ 25,697 പൊട്ടുകയാണെങ്കിൽ 25,645, 25,590, 25,525 ഭാഗത്തേക്ക് വരാം. ഇനി ബുള്ളിഷ് റെഫറൻസ് പറയുമ്പോൾ ഞാനിനി എടുക്കുന്നത് 25,970 മുകളിൽ മാത്രമേ ഒരു ബൈ എടുക്കുന്നുള്ളൂ. അതാണ് 25,975 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 26,069 ഭാഗത്തേക്ക് പോയാൽ നമ്മുടെ ഈ തേഴ്സ്ഡേയുടെ POCയുടെ ഭാഗത്തേക്ക് പോകാം. ഫസ്റ്റ് ടാർഗറ്റ് അവിടെയാണ്. അതിന് മുകളിൽ അടുത്ത വരുന്നത് 26,106 26,106 ഭാഗത്തേക്ക് പോകാനും അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ അടുത്ത വരുന്നത് 26,165 26,165 ഭാഗത്തേക്ക് വരാം. ചുരുക്കി പറഞ്ഞാൽ 25,975 മുകളിൽ മാത്രമേ ഒരു ബൈ എടുക്കുന്നുള്ളൂ. ഇല്ല എങ്കിൽ അവ എന്നെ സംബന്ധിച്ച് ഈ ഒരു ഏരിയയുടെ ഭാഗത്ത് വേണമെങ്കിൽ ഈ ഒരു 25,975 ഇടയ്ക്കും ഈ ഒരു 25,697 ഇടയ്ക്ക് ഒരു ബാലൻസിങ് ഫോർമേഷൻ ചാൻസ് വളരെയധികം നിഫ്റ്റിക്ക് കൂടുതലാണ്. കാരണം മാർക്കറ്റ് ഇത്രയും ഒരു ഗ്യാപ്പ് അപ്പ് വന്നു, പിന്നെ താഴേക്ക് ഇറങ്ങി. ഇപ്പോൾ ഒരു ബാലൻസിൻ്റെ ഫോർമേഷനുള്ള ചാൻസ് മീൻ റിവേഴ്സിനോട് കൂടി നിഫ്റ്റിക്കും ബാങ്ക് നിഫ്റ്റിക്കും മിഡ് ക്യാപ്പിനൊക്കെ പോസിബിൾ ആയിരിക്കും. അതുകൊണ്ട് ഈ മാസത്തെ ഓപ്ഷൻസിൽ വെറുതെ അനാവശ്യമായി കൈവച്ച് പണി ആക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേയ്സ് വരുന്നതിനെക്കുറിച്ച് ആലോചിച്ച് ട്രേഡ് ചെയ്ത് ഈ ലെവൽസ് കൃത്യമായിട്ട് വാച്ച് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഈ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. ഹാപ്പി വീക്കെൻഡ് ടു